ഈ ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചെങ്കിലും ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. അതിനുശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഫയർഫോഴ്സ് എത്തിയത്. തുടർന്ന് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത്തരത്തിൽ തീ ഇതുവരെയും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ പുക ഉയരുന്നു. ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നും വലിയ തോതിൽ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ അടുത്ത ബിൽഡിങ്ങുകളിൽ കയറി നിന്നും വെള്ളം ഒഴിക്കുന്ന ഒരു ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ കൂടുതൽ പുക ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം 10 മണിയോടുകൂടി ഇത്തരത്തിൽ പുക ഉയരുകയും വലിയ തോതിൽ തീ പടർന്നു പിടിക്കുകയുമായിരുന്നു എന്ന് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 10ഓളം ദൃക്സാക്ഷിയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. 10 മണിക്കാണ് അവർ തീ ആദ്യമായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നെങ്കിലും അവർ എത്താൻ വൈകിയതാണ് ഈ തീ മറ്റു നിലകളിലേക്ക് പടരാനും ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത് ആ ചെറിയ തോതിൽ തന്നെ തീ ഉയർന്നപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങളെ അറിയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആൾ കത്തുന്ന അത് പുറത്തേക്ക് കത്തി വരുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു കെട്ടിടം കൂടിയുണ്ട്. അവിടത്തേക്ക് തീ പടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു സാഹചര്യമാണ്. അടുത്ത കെട്ടിടത്തിന്റെ സമീപങ്ങളിലേക്കാണ് പുക പടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ഇത്രയും സമയം വലിയ തോതിൽ പുക ഉയരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പുകപടലങ്ങൾ തീയായി ആളി കത്തുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് സമീപ പ്രദേശത്ത് ഉള്ള ബിൽഡിങ്ങുകളിൽ കയറി നിന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്ന ഫയർഫോഴ്സ് യൂണിറ്റുകൾ പിൻവാങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. കാരണം അത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ആ 4 നില കെട്ടിടത്തിന് തീ പിടിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. വലിയ ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പ് ഗോഡൌണിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടിയാണ് ഈ തീ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് സമീപത്തെ ആളുകൾ പറഞ്ഞത്. അപ്പോൾ തന്നെ അവർ ഫയർഫോഴ്സിനെ അറിയിച്ചിരുന്നെങ്കിലും അവർ എത്താൻ വൈകിയതാണ് ഇത്രയും വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും 4 നില കെട്ടിടത്തിനാണ് ഈ തീ പിടിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ വലിയ തീയാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വലിയ പുകപടലമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുമ്പോൾ വളരെ വ്യക്തമാണ് സമീപത്തേക്കുള്ള കെട്ടിടത്തിലേക്ക് തീ പടരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഒഴിപ്പിക്കുകയാണ്. ഷബ്ന, ഈ കെട്ടിടത്തിൽ മറ്റ് ജീവനക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? വലിയ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ സംഭവം കണ്ടു നിന്ന ഒരു ദൃക്സാക്ഷിയായ ആൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ മുന്നെയാണ് ഇതിന്റെ മുകളിലാണ് തീ കണ്ടത്. അപ്പോൾ അതിനുശേഷമാണ് മുകളിൽ പിടിച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് താഴോട്ടേക്ക് ആ സമയത്ത് കഴിയുന്നതൊക്കെ പുറത്തേക്ക് മാറ്റി ഫയല് അതുപോലെ തന്നെ പറ്റാവുന്നതൊക്കെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ആരെങ്കിലും തൊഴിലാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയോ? ആരുമില്ല. അകത്താരും ഒരാൾ പോലും അകത്തില്ല. ഇത് പാരഗന്റെ കോർപ്പറേറ്റ് ഓഫീസാണ്, മെയിൻ ഓഫീസാണ്. പാരഗൺ ചെപ്പൽസിന്റെ മെയിൻ ഓഫീസ്. അത് കൃത്യമായിട്ട് എന്താണെന്ന് സംഭവിച്ചത്. ഇത് ഇപ്പോൾ മുകളിലേക്ക് തീ പടരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തില്
വെള്ളം ഉപയോഗിച്ച് ഇത് കെടുത്താൻ സാധിക്കില്ല. ഫയർഫോഴ്സിന്റെ ഒരു സംവിധാനങ്ങൾ അപര്യാപ്തമാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ വലിയ തോതിൽ ചെരുപ്പ് ഗോഡൌൺ ആണ്, പാരഗൺ ചപ്പൽസിന്റെ ചെരുപ്പ് ഗോഡൌണിനാണ് തീ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പ് കത്തുന്നതിനാൽ വെള്ളം ഒഴിച്ച് അത് കെടുത്താൻ സാധിക്കുകയില്ല. പുക വലിയ തോതിൽ ഉയരുകയും മുകളിലെ നിലയിൽ നിന്ന് വലിയ തോതിൽ തീ ആളി പടരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകും എന്നത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ആ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഈ തീ അണയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആളുകൾ, ഈ ദൃക്സാക്ഷികളായവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. രാവിലെ 10 മണിയോടെ ചെറിയ തോതിൽ ഉയർന്ന പുകയാണ് ഇപ്പോൾ വലിയ തോതിൽ ഇത്തരത്തിൽ വലിയ 4 നില കെട്ടിടവും പൂർണ്ണമായും കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. വലിയ തോതിൽ പുക പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ നേരത്തെ തന്നെ ആദ്യ ദൃശ്യങ്ങളിൽ ഇത്ര ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ എത്തുമ്പോൾ ചെറിയ തോതിൽ മാത്രം പുക വീരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ തോതിൽ തീ ആളിപ്പടരുകയാണ്. മറ്റ് അടുത്ത കെട്ടിടങ്ങളിലേക്കും ഇതിന്റെ വലത് സൈഡിലാണ് പ്രധാനമായും ഈ ഇപ്പോൾ കത്തുന്ന ബിൽഡിങ്ങിന്റെ വലത് സൈഡിലാണ് മറ്റൊരു കെട്ടിടം ചേർന്നുള്ളത്. ഇടത് സൈഡിൽ കുറച്ച് നീങ്ങിയിട്ടാണ് കെട്ടിടമുള്ളത്. അതുകൊണ്ട് തന്നെ വലത് സൈഡിലുള്ള കെട്ടിടത്തിൽ നിന്ന് ഫയർഫോഴ്സ് വെള്ളമൊഴിച്ച് ഇത്തരത്തിൽ ഈ തീ കെടുത്താനുള്ള ശ്രമം തുടരുക. ഇപ്പോൾ കൊച്ചി മേയർ സൗമിനി ജെയിനുണ്ട്. അത്തരത്തിലുള്ള കെട്ടിടമല്ല. സൗമിനി ജെയിൻ, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന് തീ അണയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു. അതെ 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 തീ വളരെയധികം പടർന്ന് മേൽപോട്ടുള്ള നിലകളിലേക്കും ഒക്കെയായി എല്ലാ നിലകളിൽ നിന്നും പുക വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഫയർഫോഴ്സിന്റെ നിരവധി വണ്ടികൾ വന്നിട്ട് വെള്ളമടിച്ച് അത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൊണ്ട് കൂടുതൽ അത് പല ദിശയിലേക്കും തീ അകത്തേക്ക് വമിക്കുന്ന രീതി പുകയും തീയും വരുന്നതാണ് കാണുന്ന കാഴ്ച. ആളുകളും നിരവധിയായി കൂടി നിൽക്കുന്നുണ്ട്. റോഡിന്റെ ഒരു വീതി കുറവ് ഒരു വലിയ വിഷയമായിട്ടുണ്ട്. കാരണം ഇത് ചെരുപ്പ് ഗോഡൌൺ ആണോ ഇത് ഈ തീ പിടിച്ചിരിക്കുന്നത്? എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഫോഴ്സും അതിനു വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടോ? കാരണം തീ പടരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ പോലീസും ഫയർഫോഴ്സും? അടുത്ത കെട്ടിടങ്ങളിൽ നിന്നൊക്കെ അറിയിപ്പ് കൊടുക്കുകയും ആളുകളെ പുറത്ത് ഇറക്കി കെട്ടിടത്തിൽ ഇവാക്വേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നിലവിൽ തീ പിടിച്ചിട്ടുള്ള കെട്ടിടത്തിലെ തീ ആളി വല്ലാതെ കൂടുന്ന സ്ഥിതിയിൽ ഒരു പക്ഷേ അവിടെ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ആ കെട്ടിടം കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ള ഒരു തോന്നൽ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ ആ റോഡിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുക. കാരണം പെട്ടെന്നുണ്ടാവണ പൊട്ടിത്തെറിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിലോ ആളുകൾ ഓടിയാൽ അതുമൂലം ഉണ്ടാവുന്ന അപകടം കൂടുതലായിരിക്കും. ആ കെട്ടിടം ഇപ്പോൾ നിന്ന് കത്തുകയാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. ഫയർഫോഴ്സിന് പോലും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കുറെ മണിക്കൂറുകളായി ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നേവിയുടെ സഹായം തേടാൻ വല്ല സാധ്യതയുമുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഈ ഒരു കുറച്ചു നേരത്തെ കൂടി പ്രയത്നത്തിന് ഉള്ളിൽ അതിനൊരു കൺട്രോളിലായില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മാർഗം ഇപ്പോൾ തന്നെ നേവിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അവർ സഹായം ഉണ്ടെങ്കിൽ ഇത് തീർത്തും കൺട്രോളിലേക്ക് വരുത്താൻ പറ്റും. ഈ പ്രദേശത്തെ ആളുകൾ പറഞ്ഞത് ആദ്യം ഈ ഏറ്റവും മുകളിലുള്ള നിലയിലാണ് തീ കണ്ടത് എന്നാണ്. അത് എന്താണ് ഇതിന് കാരണമായിട്ട് എന്തെങ്കിലും പ്രാഥമിക നിഗമനത്തിലെത്തിയിട്ടുണ്ടോ? ഷോർട്ട് സർക്യൂട്ട് എങ്ങാനുമാണോ? അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം തീ ഉണ്ടായ കാരണത്തെ കുറിച്ചിട്ട് ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ തീ എല്ലാ നിലകളിലേക്കുമായിട്ടില്ല. ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ കണ്ടറിഞ്ഞാണ് ഈ സ്ഥലത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അപ്പൊ ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എല്ലാ നിലകളിലും ഒരു 3-4 നില ഒക്കെ ഉള്ള കെട്ടിടത്തിലെ എല്ലാ നിലകളിലും ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ തന്നെ ഏറ്റവും മുകൾ നിലയിലുള്ള നില കത്തി അമരുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ റൂഫിൽ വരെ തീ പിടിച്ചതായിട്ട് കാണുന്നു. ഇപ്പൊ എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെന്ന കാര്യത്തിൽ താങ്കൾക്ക് വല്ല വിവരവും ഉണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഫയർഫോഴ്സ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചോ? ഫയർഫോഴ്സ് വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഫയർഫോഴ്സിന്റെ ഈ വാഹനങ്ങൾ കടന്നു ചെല്ലുന്നതിനും അതുപോലെ തന്നെ ഈ പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ട് ഉള്ളതുകൊണ്ട്
ഇതിന്റെ തീ നിയന്ത്രണ വിധേയമാകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഇവര് തുടർന്ന് ഉള്ള അവരുടെ ഈ വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്തിട്ടും അതുപോലെ തന്നെ ഈ ഫയർ റെസിസ്റ്റൻസ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടും അത് നിയന്ത്രിക്കാനാവും എന്നാണ് അവർ പറയുന്നത്. നന്ദി ശ്രീ സൗമിനി ജെയിൻ, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. ഹൈബി ഈഡൻ MLA ഉണ്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാൻ. ഹൈബി ഈഡൻ, താങ്കൾ ഇപ്പോൾ ആ സംഭവ സ്ഥലത്തുണ്ടോ? ഹൈബി ഈഡൻ കട്ട് ചെയ്തു. എന്തായാലും 4 നില കെട്ടിടത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. എറണാകുളത്താണ് പാരഗൺ ചെരുപ്പ് ഗോഡൌണിനാണ് തീ പിടിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പറയുന്നത്. 10 മണിയോടുകൂടിയാണ് തീ കണ്ടത്. 4 നില കെട്ടിടത്തിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ആദ്യം തീ കണ്ടത്. പിന്നീട് അത് മറ്റു നിലകളിലേക്ക് കൂടി പടരുകയായിരുന്നു. വലിയ തീയാണ്. ഇപ്പോൾ കെട്ടിടം നിന്ന് കത്തുന്ന ഒരവസ്ഥയാണുള്ളത്. സമീപത്തെ കെട്ടിടത്തിൽ നിന്നുള്ള ആളുകളെ എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. നേവിയുടെ സഹായം തേടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് സൗമിനി ജെയിൻ കൊച്ചി മേയർ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഷബ്ന സിയാദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഷബ്ന, ഫയർഫോഴ്സിന് പൂർണ്ണമായും തീ അണയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് അവിടെ ഉള്ളതെന്നാണ് സൗമിനി ജെയിൻ പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ എന്തെല്ലാം തുടർ നടപടികളാണ് ഈ തീ അണയ്ക്കാൻ സ്വീകരിക്കുക? ഫയർഫോഴ്സ് വലിയ തോതിൽ ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ തീ കൂടുതൽ ആളി പടരുന്നതായിട്ടാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തുള്ള എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും താമസ സ്ഥലങ്ങളിൽ നിന്നും എല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്ന പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ആളുകളെ മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഈ കെട്ടിടത്തിന്റെ താങ്കൾ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ടോ? ഹൈബി ഈഡൻ, കേൾക്കാമോ? താങ്കൾ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? വളരെ രൂക്ഷമായ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ഫയർഫോഴ്സിന് മാത്രം വിചാരിച്ച് ഇത് തീർക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. 6ഓളം ഫയർ എഞ്ചിനുകൾ വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ മെട്രോന്റെ സഹായം തേടിയിട്ട് ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ, നേവി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ഒരു സഹായം തേടുകയാണ്. ഈ ബിൽഡിംഗ് കൊളാപ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഫയർഫോഴ്സിന് ഇപ്പോൾ പൂർണ്ണമായി ഹൈബി ഈഡൻ ഫോൺ കട്ട് ചെയ്തു എന്ന് തോന്നുന്നു. അവിടുത്തെ അവസ്ഥ അതാണ്. വലിയ തീയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. 4 നില കെട്ടിടത്തിനാണ് തീ പടർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം കെട്ടിടത്തിൻ്റെ 4ാമത്തെ നിലയിലാണ് തീ കണ്ടത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായ നിഗമനം. നേവിയുടെ സഹായം തേടേണ്ട ഒരു അവസ്ഥയാണുള്ളതെന്നാണ് സൗമിനി ജെയിൻ നേരത്തെ പറഞ്ഞത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഏറെ നേരമായി ഫയർഫോഴ്സ് തുടരുന്നു. പക്ഷേ തീ പടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നഗരത്തിലെ വീതി കുറഞ്ഞ റോഡിന് വശത്തുള്ള ഒരു കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. 4 നിലയോളം ഉള്ള ഒരു ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഏറെ നേരമായി ഫയർഫോഴ്സ് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ കഴിയുന്നില്ല. കുറേ നേരം മുൻപ് വലിയ പുകപടലങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോഴത് തീയായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ നേവിയുടെ സഹായം ഏതാണ്ട് അത്യാവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കൊച്ചി നഗരത്തിലെ ലൂണാർ എന്ന കമ്പനിയുടെ ചെരുപ്പ് ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഒന്നിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ കുറേ അധികം നേരമായി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ ഉയരം കൂടിയ കെട്ടിടമാണ്. ഒപ്പം തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ വാതിലുകളില്ലാത്ത, തുറന്നു വെക്കപ്പെടാത്ത ഒരു കെട്ടിടമായതുകൊണ്ട് തന്നെ പല പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം വാഹനങ്ങൾക്ക് എത്താനും വേഗത്തിൽ ചലിക്കാനും കഴിയും വിധത്തിൽ വീതിയുള്ള റോഡിൻ്റെ ഇരുവശത്തുമല്ല ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ പരിമിതാവസ്ഥയുണ്ടെന്നാണ് തോന്നുന്നത് ഫയർഫോഴ്സിനോടെ. നേവിയുടെ സഹായം ഒരുപക്ഷെ വേഗത്തിൽ തേടിയേക്കും. നേവി ഒരു ഹെലികോപ്റ്ററുകൾക്കോ മറ്റോ ആയിരിക്കും ഒരുപക്ഷെ ഇതിനകത്ത് കൂടുതൽ സൃഷ്ടിപരമായി ഇടപെടാൻ കഴിയുക എന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാനോ പുകപടലങ്ങളെ ശാന്തമാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷബ്ന സിയാദ് തുടരുന്നു കൊച്ചിയിൽ നിന്ന്. ഷബ്ന, അവിടെ ഒന്നാമത്തെ കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഉയരം കൂടിയ കെട്ടിടമാണ്. പുകപടലങ്ങൾ തീയായി മാറുന്നു. അത് കെടുത്താൻ കഴിയുന്നതിൻ്റെ സൂചന കാണുന്നില്ല. അപ്പോൾ വ്യോമമാർഗമുള്ള ഒരു ഇടപെടൽ അത്യാവശ്യമായി വരുന്നുണ്ടോ ഇപ്പോൾ? അത്തരത്തിലൂടെ ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലെ അവസ്ഥ കണ്ടിട്ട് അത്തരത്തിലുള്ള ആവശ്യം വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഫയർഫോഴ്സിന് ഈ എത്ര തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ കെട്ടിടങ്ങളിലെ തന്നെ തകിട്, ഈ അലൂമിനിയം തകിട് കൊണ്ടാണ് ഈ കെട്ടിടത്തിന്റെ
ഭിത്തിക്ക് പകരമായി അലൂമിനിയം തകിടുകളാണ് മറച്ചിട്ടുള്ളത്. വെന്റിലേഷൻ ഇല്ലാത്ത ഒരു കെട്ടിടമാണ് എന്നും ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. ഈ അലൂമിനിയം തകിടിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് തിരിച്ച് വെള്ളം ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തീ കെടുത്താൻ പറ്റാത്തത് എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരത്തിൽ വെള്ളം ഒഴിച്ച് തീ കെടുത്താനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള 10-ലധികം യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഒട്ടും തീ അണയ്ക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. കെട്ടിടത്തിന്റെ മുകളിലെ നില പൂർണ്ണമായും ഇപ്പോൾ കത്തി അമരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അലൂമിനിയം തകിടുകൾക്ക് ഭിത്തിക്ക് പകരമായി നിർമ്മിച്ചിട്ടുള്ള അലൂമിനിയം തകിടുകൾ വെച്ചാണ് അത് പൂർണ്ണമായും കത്തുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം 4ാം നില പൂർണ്ണമായി കത്തുന്ന ഒരവസ്ഥ. താഴെ നിലയിലേക്കും തീ പടർന്നു പിടിച്ചിരിക്കുന്നു. ഷബ്ന സിയാദാണ് ആ സ്ഥലത്ത് നിന്ന് സംഭവ സ്ഥലത്ത് നിന്നും തത്സമയ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള 4 നില ഗോഡൌണിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. ഇപ്പോഴും തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. വലിയ ഉയരമുള്ള കെട്ടിടമാണ്. കുറേ നേരം മുൻപ് വലിയ പുകപടലങ്ങളായിരുന്നെങ്കിൽ ഇപ്പോഴത് തീയായി മാറിയിരിക്കുന്നു. അകത്തേക്ക് വെള്ളം വേഗത്തിൽ അടിച്ചു കയറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ചുറ്റും ഇരുമ്പ് തകിടുകളാൽ മൂടപ്പെട്ട കെട്ടിടമായതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് ഇടപെടാൻ പരിമിതിയുണ്ട്. വലിയ ചൂട് അവിടെയുണ്ട്. ഒപ്പം തീയും പുകപടലങ്ങളും കാരണം വലിയ തോതിൽ അവിടെ പരിമിതി ഉണ്ടായിരിക്കുന്നു. ഇനി ഒരുപക്ഷെ വ്യോമമാർഗം നാവികസേനയ്ക്കോ മറ്റോ ആയിരിക്കും അവിടെ വേഗത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പ്രായോഗികമായി ഇടപെടാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഷബ്ന, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആളുകളെല്ലാവരും സുരക്ഷിതരാണല്ലോ? ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ മറ്റോ മറ്റെന്തെങ്കിലും ഒരു കുടുങ്ങിക്കിടക്കൽ സാധ്യതയൊന്നും അവിടെ ഇല്ല എന്ന് തന്നെയല്ലേ നമുക്കിപ്പോൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നത്? തൊഴിലാളികളൊന്നും തന്നെ ഈ ഗോഡൌണിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വീടുകളിലെയും മറ്റ് കടകളിലെയും അടക്കമുള്ള ജീവനക്കാരെ എല്ലാവരെയും തന്നെ പോലീസ് ഇവിടുന്ന് ഒഴിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ചെരുപ്പ് ഗോഡൌൺ ആണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തീ അത് കത്തി തീരുന്നത് വരെ അത്തരത്തിൽ വലിയ തോതിൽ തീ ആളിപ്പടരും എന്നത് തന്നെയാണ് ഈ ഫയർഫോഴ്സ് തന്നെ പറയുന്നത്. ഇവർ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഫയർഫോഴ്സിന്റെ വണ്ടികളിൽ വെള്ളമൊഴിച്ച് ഇത് കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു രീതിയിലും വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അലൂമിനിയം തകിടിൽ തട്ടി വെള്ളം പുറത്തേക്ക് തന്നെ തിരിച്ച് തെറിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതാണ് ഈ തീ അണയ്ക്കാൻ സാധിക്കാതെ വരുന്നത്. തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളിൽ കയറി നിന്നും ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം 4ാം നില മുകളിലെ നില പൂർണ്ണമായും കത്തി കഴിഞ്ഞ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. തീ ഒരു രീതിയിലും ഒട്ടും കുറയാത്ത അവസ്ഥയിൽ തീയും ഉയരുന്നു. ആദ്യം ചെറിയ തോതിൽ പുക പടരുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുക ചെരുപ്പുകൾക്ക് തീ പിടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ പുകയായി വന്ന് പിന്നീട് വലിയ തോതിൽ തീ ആളിപ്പടരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ കെട്ടിടം 4 നില കെട്ടിടത്തിന് വെന്റിലേഷൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കെട്ടിടമാണ്. പൂർണ്ണമായും അലൂമിനിയം തകിടുകൾ കൊണ്ട് അടച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ തീ അണയ്ക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഫയർഫോഴ്സിന് വരുന്നു. ഇനി മറ്റ് മാർഗങ്ങൾ നോക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ജില്ലാ കളക്ടർ ഇവിടെ സ്ഥലത്തെത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് അവിടെ ഇപ്പോൾ നഗരഹൃദയത്തിലാണല്ലോ ഈ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പ്രകാരമാണെങ്കിൽ വലിയ പുകപടലം അവിടെ കാണാനുണ്ട്. കുറേ നേരമായി വലിയ പുകപടലം, അത് ശമിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. നിങ്ങളൊക്കെ ആ സ്പോട്ടിൽ നിന്ന് തത്സമയം റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ. വലിയ സഫോക്കേഷൻ ഉണ്ടോ? വലിയ അസ്വസ്ഥതയുണ്ടോ? നഗരത്തിൽ ഈ പുകപടലം വല്ലാത്ത കുഴപ്പം വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ? 10 മണിയോടുകൂടി ഏകദേശം 10 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ വലിയ പുക ഉയരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് MLA, മേയർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഈ ഇത്തരം മറ്റ് മാർഗങ്ങൾ തേടുമോ എന്ന കാര്യത്തിൽ ഇവർ മറ്റ് തീ അണയ്ക്കാനുള്ള മറ്റ് മാർഗങ്ങൾ തേടുമോ എന്നതിൽ സംബന്ധിച്ച് ഇവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MLA അടക്കമുള്ളവർ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഷബ്ന, ഈ അത് തൊട്ടടുത്തൊക്കെ കെട്ടിടങ്ങളുണ്ടല്ലോ, അവയൊക്കെ സേഫ് ആണോ? അതിലേക്ക് തീപടാനുള്ള സാധ്യത മുഴുവൻ തടഞ്ഞിട്ടുണ്ടോ ഇതിനകം ഫയർഫോഴ്സ്?
ഷബനയിലേക്ക് വരാം. കൊച്ചി നഗരത്തിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ലൂണാർ എന്ന ചെരുപ്പ് കമ്പനിയുടെ 4 നിലയുള്ള ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലാണ് ഈ തീപിടുത്തമുണ്ടായത്. രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള തീപിടുത്തമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അത് പരിപൂർണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കെട്ടിടം 4 നിലയുള്ള കെട്ടിടമാണെങ്കിൽ കൂടി അതിന് ചുറ്റും ഇരുമ്പ് തകിടുകൾ കൊണ്ട് മറച്ച വാതിലുകളും ജനലുകളും ഇല്ലാത്ത കെട്ടിടമായതിനാൽ അതിനകത്തേക്ക് വെള്ളം കടത്താനുള്ള പ്രയാസമാണ് തീപിടുത്തം ശമിപ്പിക്കാനുള്ള ഒരു പ്രധാന തടസ്സമായി നിൽക്കുന്നത് എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ വ്യക്തമാവുകയും ചെയ്യും. ഏറ്റവും മുകളിലത്തെ നിലയിൽ വലിയ അഗ്നിഗോളങ്ങൾ ഉയരുന്നത് കാണാം. അവിടേക്ക് ഇപ്പോഴും വെള്ളം എത്തിക്കാനോ തീ കെടുത്താനോ കഴിഞ്ഞിട്ടില്ല. 4 നിലയിലും ചുറ്റും ഈ ഇരുമ്പ് തകിടുകൾ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരിക്കുന്നതിനാൽ അകത്തേക്ക് വെള്ളം കടത്താൻ പ്രയാസമാണ്. വ്യോമമാർഗം ഇനി ഹെലികോപ്റ്ററുകളിൽ വെള്ളം കൊണ്ടുവന്നാൽ പോലും അതിനകത്തേക്ക് കടക്കാൻ പ്രയാസമായിരിക്കും. മുകൾ തട്ട് റൂഫ് മറച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന കെട്ടിടമാണ്. ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിക്കുന്ന ഒരുപക്ഷെ അതിനകത്തുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളെല്ലാം കത്തിത്തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി അത്യാഹിത സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൊഴിലാളികൾ എല്ലാവരും സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്കും തീ പടരാനുള്ള സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം വിലയിരുത്തുകയും ചെയ്യുന്നത്. പിന്നെ തീ കൂടുതൽ തരത്തിൽ വലുതാവുകയാണെങ്കിൽ വ്യോമസേനയുടെ സഹായം തേടുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ അങ്ങനെ ഒരു സഹായം തേടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു.